ഹായ് ഓൾ, ഇറ്റ്സ് മീ ആദർശ്. വെൽക്കം ബാക്ക് ടു മലബാർ ട്രേഡർ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്നത്തെ ട്രേഡിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ, അതിൻ്റെ കൂടെ കഴിഞ്ഞ വീക്കിൻ്റെ PNL. ഇന്നിപ്പോൾ വെള്ളിയാഴ്ചയാണല്ലോ, അപ്പോൾ കഴിഞ്ഞ തിങ്കളാഴ്ച തൊട്ടിട്ട് ഇന്ന് വെള്ളിയാഴ്ചയാണ്, അപ്പോൾ കഴിഞ്ഞ തിങ്കളാഴ്ച തൊട്ടിട്ട് ഇന്ന് വരെയുള്ള കംപ്ലീറ്റ് PNL. അതേപോലെ അതിൻ്റെ കൂടെ കുറച്ച് കാര്യങ്ങളും ട്രേഡിങ്ങിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും എൻ്റെ ട്രേഡിങ്ങിൻ്റെ സ്റ്റൈലിനെ പറ്റിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും, അങ്ങനത്തെ കുറച്ച് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നുണ്ട്. സോ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ട്രേഡിൻ്റെ ഡീറ്റെയിൽസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നിവിടെ ഫ്ലാറ്റ് ട്രേഡിൽ പോയി കാണാം. ഇന്ന് ട്രേഡും കാര്യങ്ങളൊന്നും ഇല്ല, കംപ്ലീറ്റ് സീറോ ആണ്. അപ്പോൾ സാധാരണ ഇങ്ങനെ സീറോ ആകുമ്പോൾ ഞാൻ വീഡിയോ ചെയ്യില്ല, പക്ഷേ ഇന്നെന്തായാലും കുറച്ച് കാര്യങ്ങളൊക്കെ പറയാൻ വിചാരിച്ചു. കാരണം ഇങ്ങനത്തെ ദിവസങ്ങൾ ട്രേഡിങ്ങിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ട്രേഡ് ഇല്ലാത്ത ദിവസങ്ങൾ, അതേപോലെ SL അടിക്കുന്ന ദിവസങ്ങൾ, ശരിക്കും പ്രോഫിറ്റ് വരുന്ന ദിവസങ്ങളിൽ മാത്രമേ എൻ്റെ വീഡിയോസ് നല്ല റീച്ചും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ. നല്ല അടിപൊളി പ്രോഫിറ്റ് വരുന്ന ദിവസങ്ങളിൽ നല്ല റീച്ചും കാര്യങ്ങളൊക്കെ ആയിരിക്കും, വീഡിയോയ്ക്ക് ഭയങ്കര വ്യൂസ് ആയിരിക്കും, ലൈക്ക് ആയിരിക്കും, ഒക്കെ ആയിരിക്കും. പക്ഷേ ഈ ലോസ് വരുന്ന ദിവസം അല്ലെങ്കിൽ ട്രേഡ് ഇല്ലാത്ത ദിവസങ്ങളിൽ, അങ്ങനെയുള്ള ദിവസങ്ങളിലൊന്നും നോർമലി വ്യൂസും കാര്യങ്ങളൊക്കെ കുറവാണ്. പക്ഷേ അതിൻ്റെ ഒരു സത്യാവസ്ഥ എല്ലാവരും ആദ്യം ഞാൻ മറ്റേ PNL കാണിക്കാം, ഈ കഴിഞ്ഞ വീക്കിൽ അതും കൂടെ കാണിച്ചതിന് ശേഷം പറയാം. സോ അതിൽ ഇവിടെ റെഫറൻസ് പോയി നോക്കിയാൽ വെരിഫൈഡ് PNL കസ്റ്റം ഡേറ്റ് റേഞ്ച്, അതിൽ ജൂൺ 23 തൊട്ടിട്ട് ഇന്നത്തെ ഡേറ്റ് വരെയുള്ള നോക്കി നോക്കാം. അപ്പോൾ കഴിഞ്ഞ ഒരു വീക്കിൻ്റെ PNL ആണിത്. സോ ഈ 11,000 രൂപ പ്രോഫിറ്റ് കിട്ടുന്നതിൽ ഇതിപ്പോൾ നോർമലി ട്രേഡിങ്ങിനെ പറ്റി അറിയാത്ത ഒരാളെ സംബന്ധിച്ച് അത് നല്ല പ്രോഫിറ്റാണ്, അങ്ങനെയാണ്, ഇതിലിപ്പോൾ ഈ ദിവസം നല്ല പ്രോഫിറ്റ് ഉണ്ടേനി, ഈ ദിവസം പ്രോഫിറ്റ് ഉണ്ടേനി, അപ്പോൾ ആ പ്രോഫിറ്റ് ഉള്ളതുകൊണ്ട് പ്രോഫിറ്റിലേക്ക് വന്നാൽ അത്രേ ഉള്ളൂ എന്നുള്ള രീതിയിലായിരിക്കും. പക്ഷേ ഈ 11,000 പ്രോഫിറ്റ് ഓവറോൾ കഴിഞ്ഞ വീക്കിൽ ടോട്ടൽ ഇത്ര ഒരു പ്രോഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു ദിവസം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, അതേപോലെ ഈ ഒരു ദിവസം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, അതേപോലെ ഈ ലോസ് വന്ന ദിവസം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം ഈ 3 ദിവസങ്ങളിലും നോർമലി വേറെ ആൾ പുറത്ത് ഇതിന് ട്രേഡിങ്ങിനെ പറ്റി അറിയാത്ത ഒരാളെ സംബന്ധിച്ച് ഈ 3 ദിവസം ട്രേഡിങ്ങിൽ ആവശ്യമില്ലാത്തൊരു ദിവസമാണ്, ഇത് വെറുതെ ഉള്ളൊരു വേസ്റ്റ് ദിവസമാണ്. ഈ 2 പ്രോഫിറ്റ് ഇട്ട ദിവസം കൊണ്ട് മാത്രമേ കാര്യമുള്ളൂ. പക്ഷെ അങ്ങനെയല്ല, ഈ 2 ദിവസം എനിക്ക് എന്തുകൊണ്ടാണ് പ്രോഫിറ്റ് കിട്ടിയത്? ആ പ്രോഫിറ്റ് കിട്ടിയത് ഈ 5 ദിവസങ്ങളിലും ഞാൻ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ മാർക്കറ്റ് നോക്കിയിരുന്നിട്ട് നല്ല ട്രേഡ് കണ്ടുപിടിച്ച് എടുത്തതുകൊണ്ട് മാത്രമാണ് ഈ ഓവറോൾ പ്രോഫിറ്റിൽ എനിക്ക് എത്താൻ പറ്റുന്നത്. അപ്പോൾ ഇന്നത്തെ കേസ് നോക്കുകയാണെങ്കിൽ ഇന്ന് രാവിലെ മാർക്കറ്റ് ഓപ്പൺ ആയത്, ഇത് 15 മിനിറ്റ് ടൈം ഫ്രെയിമാണ്, 27-ാം തീയതി. ഇതാ ഇവിടെയാണ് മാർക്കറ്റ് ഓപ്പൺ ആയത്. അവിടെ ഓപ്പൺ ആയിട്ട് ഫസ്റ്റ് തന്നെ താഴെ വന്നൊരു ലിക്വിഡിറ്റി ഏരിയ ടാപ്പ് ചെയ്ത്, അത് ടാപ്പ് ചെയ്തപ്പം മാർക്കറ്റ് ഓപ്പൺ ആയപ്പം തന്നെ ഞാൻ വാച്ച് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. മാർക്കറ്റ് ഇങ്ങനെ മേലെ പോയി താഴെ വന്ന് 9:30 ക്യാൻഡിലാണ് ആ ലിക്വിഡിറ്റി ഏരിയ ടാപ്പ് ചെയ്ത്. അത് ടാപ്പ് ചെയ്തതിനു ശേഷം ഞാൻ 1 മിനിറ്റിലേക്ക് മാറ്റി എൻട്രിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് കുറേ നേരം വെയിറ്റ് ചെയ്ത് നോക്കി, തീരെ കിട്ടിയില്ല. എൻട്രി കിട്ടാതെ അങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നു. പിന്നെ ഇവിടെ ഒരു ചെറിയ ലിക്വിഡിറ്റി ഏരിയ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അത് ടാപ്പ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്ത്, അത് ടാപ്പ് ചെയ്യാണ്ട് മേലെ പോയി ഇവിടെയൊക്കെ 5 മിനിറ്റിലൊക്കെ ഓരോ ലിക്വിഡിറ്റി ഏരിയ ക്രിയേറ്റ് ചെയ്ത്, ഇവിടെ കാണാം, ഇവിടെ ഒന്ന് ക്രിയേറ്റ് ചെയ്ത്, ഇവിടെ ഒന്ന് ക്രിയേറ്റ് ചെയ്ത്, അതൊന്നും ടാപ്പ് ചെയ്തില്ല. ഇവിടെയൊക്കെ നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് അതിന് തൊട്ടടുത്ത് വരുന്ന, അല്ല അതിൻ്റെ മുന്നേ മേലെ ഒരു ലിക്വിഡിറ്റി ഏരിയ ഉണ്ടായിരുന്നു, അത് പോയി ടാപ്പ് ചെയ്ത സമയത്ത് അതൊരു സ്ട്രോങ് ലിക്വിഡിറ്റി ഏരിയയാണ്. അപ്പോൾ മാർക്കറ്റ് ഓവറോൾ ബുള്ളിഷ് ആയാലും വേണ്ടിയില്ല, താഴേക്ക് ഒരു എൻട്രി എടുക്കാൻ വിചാരിച്ചു ഞാൻ, കാരണം ഇതൊരു സ്ട്രോങ് ഏരിയ ആയതുകൊണ്ട്. പക്ഷേ അവിടെ നിന്നും 1 മിനിറ്റിൽ നല്ലൊരു എൻട്രി ഒന്നും തന്നില്ല, തരാതെ മാർക്കറ്റ് താഴേക്ക് വന്നു. അങ്ങനെ താഴേക്ക് വന്നതിന് ശേഷം ഞാൻ പിന്നെ എന്ത് വിചാരിച്ചാൽ, ഇനി താഴേക്ക് നോക്കണ്ട, ഇവിടെ ടാപ്പ് ചെയ്യുന്ന സമയത്ത് ഇനി മേലേക്ക് നോക്കാമെന്ന്. അങ്ങനെ മേലേക്ക് നോക്കിയിരുന്നപ്പോൾ അത് ടാപ്പ് ചെയ്യാണ്ട് അവിടെ ഇങ്ങനെ കളിച്ചിരുന്നു. അങ്ങനെ മാർക്കറ്റ് അവിടെ ഇവിടെയും ടാപ്പ് ചെയ്യാതെ, അല്ല അവിടെ ടാപ്പ് ചെയ്ത് പക്ഷേ എൻട്രി തരാതെ അവിടെ വന്ന് ഇവിടെ ടാപ്പ് ചെയ്യാതെ മേലേക്ക് ഇങ്ങനെ തിരിഞ്ഞ് കളിച്ച് മൊത്തത്തിൽ ഇന്ന് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വെറുതെ മാർക്കറ്റിൽ നോക്കിയിരുന്നു, ഒറ്റ എൻട്രി പോലും കിട്ടിയില്ല. പക്ഷേ ഇവിടെ ഞാൻ പോലും ഇപ്പോൾ ഉപയോഗിച്ചൊരു ഇതുണ്ട്, വെറുതെ നോക്കിയിരുന്നു. പക്ഷേ അത് ശരിക്കും വെറുതെ അല്ല, ഇന്ന് രാവിലെ തൊട്ട് വൈകുന്നേരം മാർക്കറ്റിൽ നോക്കിയിരുന്നത് വെറുതെ ഉള്ളൊരു നോക്കിയിരിപ്പല്ല. ഇങ്ങനെ ഇന്ന് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നോക്കിയിരുന്നത്, അതിൻ്റെ കൂടെ തിങ്കളാഴ്ച രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വെറുതെ നോക്കിയിരുന്നത്, അതേപോലെ ഈ ഒരു ദിവസം ഈ ബുധനാഴ്ച രാവിലെ തൊട്ട് വൈകുന്നേരം വരെ മാർക്കറ്റിൽ നോക്കിയിരുന്ന് ഒരു ട്രേഡ് എടുക്കുകയും ചെയ്ത് 1000 രൂപ നഷ്ടം വന്നു. അപ്പോൾ ഈ ഒരു ദിവസത്തെ മാത്രമായിട്ട് നോക്കുകയാണെങ്കിൽ എന്തിനാ വന്നിരുന്ന് ട്രേഡ് ചെയ്ത്, അന്ന് ഈ ട്രേഡ് ചെയ്യാൻ വന്നില്ലെങ്കിൽ 1000 രൂപ ലാഭമായിരിക്കും, വെറുതെ 1000 രൂപ കൊണ്ട് കളഞ്ഞ് എന്നുള്ള രീതിയിലായിരിക്കും നമുക്ക് തോന്നുക. പക്ഷെ അങ്ങനെ നോക്കിയിരുന്ന, അങ്ങനെ ഒരു ട്രേഡ് എടുത്ത് SL അടിച്ചതുകൊണ്ടൊക്കെയാണ് ഈ ഓവറോൾ ഈ ഒരു പ്രോഫിറ്റിലേക്ക് എത്താൻ പറ്റുന്നത്. അപ്പോൾ ഈ പ്രോഫിറ്റിൽ ഈ 2 ദിവസം മാത്രം വന്നിരുന്നിട്ട് കാര്യമില്ല, നമുക്ക് അറിയില്ലല്ലോ അതിൻ്റെ മുന്നേ എപ്പോഴാണ് ടാർഗറ്റ് വരാൻ പോകുന്നത്, എപ്പോഴാണ് SL വരാനുള്ളതെന്നൊക്കെ. അപ്പോൾ ഈ SL വരുന്ന ദിവസങ്ങളും ട്രേഡ് എടുക്കാത്ത ദിവസങ്ങളും ഒക്കെ ഈ ട്രേഡിങ്ങിൽ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ദിവസങ്ങളാണ്. അതൊന്നും നോർമലി ആരും മനസ്സിലാക്കണില്ല, എന്തുകൊണ്ടാണ് എനിക്കറിയില്ല, ബിഗിനേഴ്സ് ആയതുകൊണ്ടായിരിക്കാം.
പ്രോഫിറ്റ് എന്നുള്ള സംഭവം മാത്രമേ എല്ലാവരും തലയിലേ കയറുള്ളൂ. ചിലപ്പോൾ ഒരു മാസം ഓവറോൾ തന്നെ നമുക്ക് ലോസ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ആ മന്ത് ഭയങ്കര ബാഡ് മന്തിന് ആ മന്ത് ട്രേഡേ ചെയ്യേണ്ടില്ല അങ്ങനെയൊക്കെ നമുക്ക് തോന്നും. പക്ഷെ ആ മന്ത് ട്രേഡ് ചെയ്യുന്നതുകൊണ്ടാണ് ഇപ്പോൾ ഏപ്രിലിൽ ഇപ്പോൾ ഓവറോൾ ലോസാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ആ മന്ത് ട്രേഡേ ചെയ്യേണ്ടില്ല എനിക്ക്. പക്ഷെ ആ മന്ത് ട്രേഡ് ചെയ്യുന്നതുകൊണ്ടാണ് ആ മന്ത് കംപ്ലീറ്റ് നമ്മൾ പ്രോപ്പർ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് അടുത്ത മാസം അതിൻ്റെ മുന്നത്തെ മാസങ്ങളിലൊക്കെ അതേ സെറ്റപ്പ് ഫോളോ ചെയ്യാൻ പറ്റുന്നതും പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്നതും. അതുകൊണ്ടാണ് നമുക്ക് ഓവറോൾ നോക്കുന്ന സമയത്ത് പ്രോഫിറ്റിലേക്ക് എത്താൻ പറ്റുന്നത്. അപ്പം അങ്ങനെ എത്തണമെന്നുണ്ടെങ്കിൽ ഈ ദിവസങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട്. അത് ജസ്റ്റ് എല്ലാവരും ഒന്ന് മനസ്സിലാക്കിയേക്കും. ഓക്കെ. പിന്നെ പറയാനുള്ള വേറൊരു കാര്യം എന്താ വെച്ചാൽ ഈ ട്രേഡിൻ്റെ എണ്ണം ഒരുപാട് ട്രേഡ് എടുക്കുക എന്നുള്ളതുകൊണ്ട് പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നുമില്ല. ഇതിപ്പോൾ കഴിഞ്ഞ ആഴ്ചൻ്റെ നോക്കുകയാണെങ്കിൽ ആകെ 3 ട്രേഡ് മാത്രമേ ഉണ്ടായുള്ളൂ. 5 ദിവസം മാർക്കറ്റ് ഫുള്ള് നോക്കിയിരുന്നിട്ട് ആകെ 3 ട്രേഡ് മാത്രമേ ഉണ്ടായുള്ളൂ. മാർക്കറ്റിൽ എത്രമാത്രം മൂവ്മെൻറ്റ്സ് നടക്കുന്നുണ്ട്, ഇന്ന് തന്നെ എത്രമാത്രം മൂവ്മെൻറ്റ് നടന്നു. ഈ മൂവ്മെൻറ്റ് ഒന്നും നമുക്കുള്ളതല്ല. ഇവിടുന്ന് ഇത്രയും മൂവ്മെൻറ്റ് പോയിട്ടുണ്ട്. അപ്പം നമുക്കിങ്ങനെ തോന്നും ഇത്രയും മൂവ്മെൻ്റ് ഒക്കെ പോയി, അതിൻ്റെ അകത്തുനിന്ന് ഒരു 10 പോയിൻ്റ് പോലും എനിക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റില്ല. അതിലൊന്നും കാര്യമില്ല. അതൊന്നും നമുക്കുള്ള മൂവ്മെൻ്റ് അല്ല. നമുക്കുള്ളത് വേറെ കുറേ വരും. ഓക്കെ. സോ അങ്ങനെയുള്ള എല്ലാ മൂവ്മെൻറ്റും ക്യാച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളെ സ്ട്രാറ്റജി പറയാം, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ട്രാറ്റജി, നമ്മൾ പഠിച്ച സ്ട്രാറ്റജി, നമ്മൾ ബാക്ക് ടെസ്റ്റ് ചെയ്ത് ഫോർവേഡ് ടെസ്റ്റ് ചെയ്ത് ഫുള്ള് സെറ്റായിട്ടുള്ള സ്ട്രാറ്റജി, അത് വെച്ചിട്ട് വരുന്ന കുറച്ച് ട്രേഡുകൾ, ആ ട്രേഡുകൾ മാത്രം മതി നമുക്ക് ഓവറോൾ പ്രോഫിറ്റബിളായിട്ട് മുന്നോട്ട് പോകാൻ. അതിൻ്റെ കൂടെ തന്നെ ഈ ഒരുപാട് ഇൻസ്ട്രുമെൻറ്റിലൊക്കെ ട്രേഡ് ചെയ്യുന്നവരുണ്ട്. ഈ നിഫ്റ്റിയിൽ, ബാങ്ക് നിഫ്റ്റിയിൽ, ക്രിപ്റ്റോ ഞാനിപ്പോൾ ചെറുതായിട്ട് നോക്കുന്നുണ്ട്. അത് ഇതിൽ ചെയ്യാത്ത സമയത്തൊക്കെ, ഇതിൽ എൻട്രി വരാത്തപ്പോഴൊക്കെ വെറുതെ നോക്കുന്നുണ്ട്. അതല്ലാതെ നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും അതിലൊക്കെ ഇങ്ങനെ ട്രേഡ് ചെയ്യുന്നവരുണ്ട്. ശരിക്കും എനിക്കും അതിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. എനിക്ക് ഒറ്റ ഇൻസ്ട്രുമെൻറ്റിൽ നമ്മൾ അത്രയും മര്യാദയ്ക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഇൻസ്ട്രുമെൻറ്റ് മാത്രം മതി. അത് ഏതായാലും കുഴപ്പമില്ല. ക്രൂഡ് ഓയിലോ നാച്ചുറൽ ഗ്യാസോ നിഫ്റ്റിയോ ബാങ്ക് നിഫ്റ്റിയോ ഇക്വിറ്റി ആയാലും കുഴപ്പമില്ല, റിലയൻസോ ടാറ്റോ ഏതായാലും കുഴപ്പമില്ല. നമ്മൾ ചെയ്യണ ഏതെങ്കിലും ഒരു ഇൻസ്ട്രുമെൻറ്റ് അത്രയും അടിപൊളിയായിട്ട് നമ്മൾ ചെയ്താൽ മാത്രം മതി. ഇനി ഫോറക്സ് ആയാലും കുഴപ്പമില്ല, ഏതായാലും പ്രശ്നമില്ല. ഏതെങ്കിലും ഒന്നിൽ കുറേ കാലം നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റബിൾ ആകും. ഇടയ്ക്കിടയ്ക്ക് ഇത് മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ സ്ട്രാറ്റജി ഇടയ്ക്കിടയ്ക്ക് മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ നല്ലൊരു സ്ട്രാറ്റജി ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ അതിൽ കണ്ടിന്യൂസ് ലോസ് വരികയാണെന്നുണ്ടെങ്കിൽ ആ സ്ട്രാറ്റജി തന്നെ നമ്മൾ ഇരുന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അതെവിടെയാണ് പാളി പോകുന്നത്, അതിലെന്തൊക്കെയാണ് പ്രശ്നങ്ങളുള്ളത്. അപ്പോൾ അത് മോഡിഫൈ ചെയ്ത് കൊണ്ടുവരാൻ നോക്കുക. ഇടയ്ക്കിടയ്ക്ക് സ്ട്രാറ്റജി മാറ്റി കഴിഞ്ഞാൽ അതുകൊണ്ടും വലിയ കാര്യം ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. ഓക്കെ. അപ്പോൾ ഇതിപ്പോൾ കഴിഞ്ഞ ആഴ്ചത്തെ VNL ആണ്. ഈ കഴിഞ്ഞ ഒരു മാസത്തെ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ എന്തായാലും കാണിക്കും. ഇനിയിപ്പോൾ ഒരു ദിവസം കൂടെ ഉണ്ട്, 30-ാം തീയതി കൂടെ ഉണ്ട്. സോ ആ ദിവസത്തെയും കൂടെ കഴിഞ്ഞിട്ട് ഓവറോൾ മന്ത് എൻഡിൽ ഞാൻ PNL കാണിക്കുന്നതായിരിക്കും. ഓക്കെ. പിന്നെ വേറെന്തോ ഒന്നും കൂടെ പറയണ്ടേ. പിന്നെ പറയാനുള്ളത് റിസ്ക് റിവാർഡിൻ്റെ കാര്യം. റിസ്ക് റിവാർഡ് ഞാനിപ്പോൾ എടുക്കുന്ന ട്രേഡ് നോക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു ഇത് 1:5 ട്രേഡാണ്. ഇത് ഓൾമോസ്റ്റ് ഒരു 1:8 ട്രേഡാണ്. അപ്പോൾ ഇങ്ങനെ ട്രേഡ് എടുക്കുന്നതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഇനിയിപ്പം ഇതിപ്പോൾ 11,000 പ്രോഫിറ്റ് ഉണ്ട്. ഇനിയിപ്പോൾ ഒരു 10, 11, 12 ട്രേഡോളം SL അടിച്ചാൽ പോലും 11 ട്രേഡ് കണ്ടിന്യൂസ് ആയിട്ട് ഇനി SL അടിച്ചാൽ പോലും. ഇനിയിപ്പോൾ നാളെ ട്രേഡ് എടുത്ത് പിന്നെ ജൂലൈയിൽ ഒന്ന് SL അടിച്ച് അടുത്ത SL അടിച്ച് അങ്ങനെ 11 ട്രേഡ് അടുപ്പിച്ച് SL അടിച്ചാൽ പോലും എനിക്ക് ഈ പ്രോഫിറ്റ് ബ്രേക്ക് ഈവനിൽ എത്തുള്ളൂ. അതായത് ഈ പ്രോഫിറ്റ് പോയിട്ട് 0ലേക്ക് എത്തുള്ളൂ, അതിനപ്പുറത്തേക്ക് പോകില്ല, ലോസിലേക്ക് പോകില്ല. അതിനുള്ള കാരണം ഈ റിസ്ക് റിവാർഡാണ്. ഇത്രയും ഹൈ റിസ്ക് 1:5, 1:8 ഇങ്ങനെയുള്ള വലിയ റിസ്ക് റിവാർഡൊക്കെ എടുക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു ബെനിഫിറ്റും കൂടെ നമുക്ക് കിട്ടും. കണ്ടിന്യൂസ് ആയിട്ട് SL അടിച്ചാൽ പോലും വലിയ പ്രശ്നം ഉണ്ടാവില്ല. പക്ഷേ റിസ്ക് റിവാർഡ് ഓവർ ആക്കിയാൽ വേറൊരു പ്രശ്നമുണ്ട്. റിസ്ക് റിവാർഡ് ഇനി കൂട്ടി 1:10 അല്ലെ 1:20 ആ രീതിയിലൊക്കെ റിസ്ക് റിവാർഡ് വെച്ചിട്ടാണ് നമ്മൾ എല്ലാ ട്രേഡും എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ വിന്നിങ് പ്രോബിലിറ്റി നല്ലോണം കുറയും. പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ജൂണിൽ ട്രേഡ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു 2-3 ആഴ്ച കണ്ടിന്യൂസ് SL ആയിരിക്കും. എന്നിട്ടായിരിക്കും ഒരു 1-2 ദിവസം ടാർഗറ്റ് അടിക്കുന്നത്. പക്ഷെ അങ്ങനെ അടിക്കുമ്പോൾ പ്രശ്നം എന്താ വെച്ചാൽ ഈ 3 ആഴ്ച ഇപ്പോൾ കണ്ടിന്യൂസ് SL അടിച്ചാൽ അത് ഓവറോൾ നമുക്ക് പ്രോഫിറ്റിലെത്താൻ പറ്റും. 1-2 ടാർഗറ്റ് മതിയാവും. ഒരു 10 ട്രേഡ് അല്ലെങ്കിൽ 20 ട്രേഡ് അടുപ്പിച്ച് SL അടിച്ചാലും 1:20 ഒരു 2 ട്രേഡ് അടിച്ചാൽ അടിപൊളി പ്രോഫിറ്റിലേക്ക് നമ്മൾ നല്ല ഹ്യൂജ് പ്രോഫിറ്റ് തന്നെ ആയിരിക്കും നമ്മൾ. പക്ഷെ ആ ഒരു 2 ദിവസത്തെ വരെ കാത്തിരിക്കാൻ നമുക്ക് ചിലപ്പോൾ പറ്റിക്കോളന്നില്ല. 3 ആഴ്ച കണ്ടിന്യൂസ് ആയിട്ട് SL അടിച്ചിട്ട് പിന്നെ നമുക്ക് ആ ഒരു കോൺഫിഡൻസ് ഒക്കെ ഡൗണായി നമ്മളെ ഇതൊക്കെ പോയി ആത്മവിശ്വാസം മറ്റൊക്കെ പോയി നമുക്ക് മര്യാദയ്ക്ക് ട്രേഡ് എടുക്കാൻ പറ്റിക്കോളന്നില്ല. അപ്പോൾ അത് നമുക്ക് അങ്ങനെ എത്താൻ കഴിയും. പക്ഷെ അതിന് അത്രയും ഒരു ഹയർ ലെവൽ ഓഫ് മെൻ്റൽ സ്റ്റെബിലിറ്റിയും മെൻ്റൽ കൺട്രോളും ഇമോഷൻ കൺട്രോളൊക്കെ വേണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ. സോ അതല്ലാതെ ഒരു അത്യാവശ്യം റിസ്ക് റിവാർഡ് വേണേനും
പക്ഷേ നമ്മളെ മൈൻഡ് സെറ്റിനൊന്നും പ്രശ്നം ഉണ്ടാവരുത്. അപ്പോൾ ആ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോവാം. അപ്പോൾ എനിക്ക് എൻ്റെ മൈൻഡ് സെറ്റിനും കാര്യങ്ങൾക്കൊക്കെ ഓക്കെ ആയിട്ടുള്ള റിസ്ക് റിവാർഡും കാര്യങ്ങളൊക്കെയാണ് ഞാൻ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത്. ഈ രീതിയിലുള്ള 1:5ഉം 1:5 വെക്കുന്ന സമയത്ത് കണ്ടിന്യൂസ് ആയിട്ട് SL അടിക്കുകയാണെങ്കിലും അത് എനിക്ക് താങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള SL വരുള്ളൂ. അതിനിടയ്ക്ക് എന്തായാലും 1-2 ടാർഗറ്റൊക്കെ കൊടുക്കും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് എൻ്റെ ഇമോഷൻ വലിയ പ്രശ്നമാണ് എനിക്ക് കൊണ്ടുപോകാനായിട്ട്. അത് ഞാൻ കൂട്ടാൻ നോക്കുന്നുണ്ട്, 1:5 ഇനിയും കൂട്ടി കൊണ്ടുവരാൻ നോക്കുന്നുണ്ട്. പക്ഷെ അത് ഒറ്റയടിക്ക് കൂട്ടിയാൽ നടക്കില്ല. ഇടയ്ക്കിടയ്ക്ക് 1:8 ഒക്കെ വെക്കുക, പിന്നെ 1:10 ഒക്കെ കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് വെച്ച് വെക്കുക. ആ രീതിയിൽ സാവധാനം കൂട്ടിക്കൊണ്ടുവരും. ഓക്കെ, സോ അത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിച്ചത്. പിന്നെ ഞാൻ ഈ ട്രേഡ് എടുക്കാനും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നത് ലിക്വിഡിറ്റി കൺസെപ്റ്റ് ഉപയോഗിച്ചിട്ടുള്ള സ്ട്രാറ്റജിയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഇത്ര ഹൈ റിസ്ക് റിവാർഡ് എനിക്ക് വെക്കാൻ പറ്റുന്നത്. ചെറിയ SL ഇപ്പോൾ ആകെ 1000 ചോടായിട്ട് എനിക്ക് SL വരുള്ളൂ. 900 സംതിങ് ആയിരിക്കും വരിക. അപ്പോൾ അങ്ങനെ അത്ര ചെറിയ SLഉം പ്രോഫിറ്റ് വരുന്ന സമയത്ത് 4500. ഇങ്ങനത്തെ വലിയ പ്രോഫിറ്റും വരാനുള്ള റീസൺ എന്ന് പറഞ്ഞത് ഞാൻ ലിക്വിഡിറ്റി കൺസെപ്റ്റ് വെച്ച് ട്രേഡ് ചെയ്യുന്നതുകൊണ്ടാണ്. ലിക്വിഡിറ്റി കൺസെപ്റ്റിൽ ഞാൻ ഇപ്പോൾ ഈ ലെവൽസൊക്കെ വരച്ച് കണ്ടല്ലോ, മാർക്കറ്റ് ഇങ്ങനെ താഴെ വന്നത് ഒരു ലിക്വിഡിറ്റി ആയിട്ടാണ്. അവിടെ നിന്ന് ടാപ്പ് ചെയ്യുന്ന സമയത്ത് ഞാൻ മേലോട്ടേക്ക് ആയിരിക്കും എൻട്രി വെക്കാം. അപ്പോൾ ഈ ടിപ്പിൽ നമുക്ക് എൻട്രി എടുക്കാൻ പറ്റും. ഇന്ന് എൻട്രി ഒന്നും ഇല്ലേനി. ഇപ്പോൾ ഇന്നലത്തെ എൻട്രി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നലത്തെ എൻട്രി എവിടെയാണ് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല, ഇവിടെ ആയിരിക്കും തോന്നുന്നത്. ഈ ടിപ്പിലാണ് എനിക്ക് തോന്നുന്നത്. അത് ഇവിടെ എത്തിയപ്പം ടാർഗറ്റ് അടിച്ച്, ഈ ഒരു ലിക്വിഡിറ്റി ടാപ്പ് ചെയ്തപ്പോൾ ടാർഗറ്റ് അടിച്ച്. അപ്പോൾ ഈ ഒരു ടിപ്പിൽ നിന്ന് എടുത്തിട്ട് ഇവിടെ നമുക്ക് എക്സിറ്റ് അടിക്കാൻ കഴിയും. അപ്പോൾ എക്സിറ്റിൻ്റെ ഇതല്ല നോക്കുന്നില്ല, എൻട്രീൻ്റെതാണ് ഞാൻ പറയുന്നത്. എൻട്രി ഇങ്ങനെ ഈ ഒരു ടിപ്പിൽ നിന്നൊക്കെ എടുക്കാൻ പറ്റുന്നത് ഇതുകൊണ്ടാണ്, ഈ ലിക്വിഡിറ്റി കൺസെപ്റ്റ് വെച്ച് ചെയ്യുന്നതുകൊണ്ടാണ്. ഇപ്പോൾ ലിക്വിഡിറ്റി കൺസെപ്റ്റ് ജസ്റ്റ് യൂട്യൂബിൽ അടിച്ചു നോക്കിയാൽ മതി. ലിക്വിഡിറ്റി കൺസെപ്റ്റ് ഉപയോഗിച്ചിട്ടുള്ള സ്ട്രാറ്റജി ഒക്കെ അടിച്ചു കഴിഞ്ഞാൽ യൂട്യൂബിൽ തന്നെ ഉണ്ടാവും ഒരുപാട് സ്ട്രാറ്റജി. അതിലേതെങ്കിലുമൊക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ ചെയ്യാം. അതിൽ ഡയറക്റ്റ് യൂട്യൂബിൽ ആരെങ്കിലും പറഞ്ഞ സ്ട്രാറ്റജി അതേപോലെ തന്നെ എടുത്ത് പെട്ടെന്ന് റിയൽ ട്രേഡിലേക്കൊന്നും അപ്ലൈ ചെയ്യരുത്. ആരെങ്കിലും ചിലപ്പോൾ അത് ഉള്ള സ്ട്രാറ്റജി ആയിരിക്കില്ല, വെറുതെ കണ്ടൻറ്റിന് വേണ്ടി ഇട്ടൊക്കെ ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ബാക്ക് ടെസ്റ്റ്, ഫോർവേഡ് ടെസ്റ്റ് അതൊക്കെ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ട് തോന്നുന്നുണ്ടെങ്കിൽ അത് ചെയ്യാം. ഇനി അതല്ല, അതിൽ എന്തെങ്കിലും ചെറിയ പോരായ്മകളൊക്കെ ഉള്ളൂ, പ്രോഫിറ്റ് വരുന്നുണ്ട് പക്ഷേ ഓവറോൾ അത് എത്താൻ കഴിയില്ല, അങ്ങനെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കുറച്ച് ദിവസം ഇരുന്ന് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ അകത്ത് എന്തെങ്കിലുമൊക്കെ ചേഞ്ച് വരുത്തിയാൽ ഓവറോൾ പ്രോഫിറ്റിൽ എത്താൻ പറ്റും എന്നുള്ളത്. അപ്പോൾ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, ആ ചേഞ്ചസൊക്കെ വരുത്തുക. നിങ്ങൾ പഠിച്ച സ്ട്രാറ്റജിയിൽ അങ്ങനെ നിങ്ങളതായിട്ടുള്ള കുറച്ച് ചേഞ്ചസൊക്കെ വരുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയ കുഴപ്പമില്ലാണ്ട് പ്രോഫിറ്റബിളായി പോകാൻ പറ്റും. കാരണം ഓരോ സ്ട്രാറ്റജി ഓരോരുത്തർ ചെയ്യുന്നത് ചിലപ്പോൾ കുറേ മുന്നേ ചെയ്തായിരിക്കും. അപ്പോൾ അതിന് ചിലപ്പോൾ ഇന്നത്തെ മാർക്കറ്റിൽ എത്രയ്ക്ക് അങ്ങോട്ട് വാലിഡിറ്റി ഉണ്ടായിക്കൊള്ളണമെന്നില്ല, ചെറിയ വ്യത്യാസങ്ങളൊക്കെ മാർക്കറ്റിൽ വന്നിട്ടുണ്ടാവും. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ഒരു ചെയ്ത സ്ട്രാറ്റജി ചിലപ്പോൾ ബാങ്ക് നിഫ്റ്റിക്ക് മാത്രമുള്ളതായിരിക്കും, നിങ്ങൾ നോക്കുന്ന നിഫ്റ്റിയിലായിരിക്കും. അല്ലെങ്കിൽ ഒരു ചെയ്ത ചിലപ്പോൾ ക്രിപ്റ്റോയിലുള്ളതായിരിക്കും, നിങ്ങൾ നോക്കുന്ന ചിലപ്പം ക്രൂഡ് ഓയിലായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഓരോരോ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് ഏതെങ്കിലുമൊക്കെ സ്ട്രാറ്റജി പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പഠിച്ചതിന് ശേഷം നിങ്ങൾ ഏത് ഇൻസ്ട്രുമെൻറ്റിലാണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഇൻസ്ട്രുമെൻറ്റിൽ അത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ആദ്യം ചെക്ക് ചെയ്ത് നോക്കാം. അത് അങ്ങനെ തന്നെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഓക്കെ, അത് തന്നെ കണ്ടിന്യൂ ചെയ്യാം. അതല്ല വർക്ക് ചെയ്യില്ല എന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ സ്ട്രാറ്റജി മാറ്റുക, അതല്ല എന്നുണ്ടെങ്കിൽ ആ സ്ട്രാറ്റജിയിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങളതായിട്ടുള്ള കുറച്ച് വ്യത്യാസങ്ങളൊക്കെ വരുത്തിയിട്ട് ചെയ്യാം. ഓക്കെ, സോ അത്രയ്ക്കുള്ള. ഇനി ഞാൻ ചെയ്യുന്ന സ്ട്രാറ്റജി വേണമെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ അതിൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുക്കുന്നുണ്ട്. അതിൽ കോൺടാക്ട് ചെയ്താൽ ഞാൻ ചെയ്യുന്നത് പറഞ്ഞു തന്നായിരിക്കും. ഓക്കെ, സോ അത്രയ്ക്കുള്ള ഇന്നത്തെ വീഡിയോ. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. ഓക്കെ, ബൈ.